ഡിയുയ്ക്കും ഡിഡിക്കും അന്വേഷണം നടത്താൻ ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി. പാലക്കാട് സർക്കാർ മോയൻ LP സ്കൂളിലാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ. നമ്മുടെ രാഹുലിന് നാലാമതൊരു കേസ് വരികയാണ്. എന്താണ് ആ കേസ്? അതൊക്കെ ക്ലിയറായി കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. പൊന്നു പ്രേക്ഷകരെ, എൻ്റെ വീഡിയോ കാണുന്ന അമ്മമാരോടും രാഹുലിനെ ഇഷ്ടപ്പെടുന്നവരോടും ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. അതായത് ഇന്നലെ നമ്മുടെ രാഹുൽ കോൺഗ്രസിന്റെ പ്രചാരണത്തിലേക്ക് ഇറങ്ങിയെന്ന വാർത്ത നിങ്ങളെല്ലാവരും കണ്ടു കാണും. അതായത് ഒരു കോൺഗ്രസിന്റെ റാലിയിലേക്ക് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങിയെന്ന്. അതുകൊണ്ട് പിഷാരടിയെ പാലക്കാടിൽ പിഷാരടിക്ക് വേണ്ടി നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങുമെന്ന് പേടിച്ചിട്ട് മൊട്ടയും, അതായത് റിപ്പോർട്ടറിന്റെ അരുൺകുമാറും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശത്രുക്കളും പുതിയൊരു കേസുമായി രംഗത്ത് വരികയാണ്. അതായത് ഒരു കാര്യം എൻ്റെ പൊന്നു അമ്മമാരോട് പറയാം, പാലക്കാടിൽ പിഷാരടി തോറ്റാൽ നമ്മുടെ രാഹുലിന് നീതി കിട്ടൂല. പാലക്കാടിൽ പിഷാരടി ജയിച്ചാലേ നമ്മുടെ രാഹുലിന് നീതി കിട്ടും. അതുകൊണ്ട് പിഷാരടിക്ക് വേണ്ടി നമ്മുടെ രാഹുൽ വോട്ട് പിടിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിഷാരടി ജയിക്കും. അതിനു വേണ്ടിയിട്ട് അരുൺകുമാറും സംഘവും വലിയൊരു പച്ചക്കളവ് പറഞ്ഞിട്ടുള്ള വാർത്ത ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. അതിലേക്ക് ഞാൻ വരികയാണ് പൊന്നു പ്രേക്ഷകരെ. അതിനു മുമ്പ് ഞാൻ അരുൺകുമാറിന് ഇന്ന് നല്ലോണം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ നാലാളിലേക്ക് എത്തണം. എത്തിയാലേ ഈ മർമ്മമായ സത്യം നാലാളിലേക്ക് മനസ്സിലാവും. പൊന്നു പ്രേക്ഷകരെ, അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ ആദ്യം ഇത് കാണണം. ഇന്നലെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനല്ല, ഇനിയും ഞങ്ങൾക്ക് പരിശോധിക്കാനുണ്ട്. തൽക്കാലം രാഹുലിന്റെ ജാമ്യം റദ്ദാക്കുന്നില്ല എന്ന് കോടതി വീണ്ടും പറയുകയാണ്. അതായത് SITയും അതിജീവിതന്മാരും വീണ്ടും കോടതിക്ക് പോവുകയാണ്. രാഹുലിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് പറയുകയാണ്. പക്ഷേ കേസ് പഠിക്കുന്ന കോടതിക്ക് ഒരു കാര്യം ഉറപ്പാവുകയാണ്, രാഹുൽ ഇവിടെ തെറ്റുകാരനല്ല. ഒരു പക്ഷേ രാഹുൽ ശാരീരികമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആ പെൺകുട്ടികളുടെ സമ്മതപ്രകാരമാണ്. അല്ലെങ്കിൽ ഈ കേസൊക്കെ ഫേക്കാണ്, ഈ കേസ് ഒരു കാലത്തും നിലനിൽക്കൂല എന്ന് കോടതിക്ക് മനസ്സിലായത് കൊണ്ട് കോടതി ജാമ്യം, അതായത് നമ്മുടെ രാഹുലിനൊപ്പം നിൽക്കുകയാണ്. ഒരു കാലത്തും ഈ പറയുന്ന ജാമ്യം ഞങ്ങൾക്ക് തള്ളാനാവൂല, രാഹുൽ മാങ്കൂട്ടത്തിന് തൽക്കാലം ജാമ്യം തന്നെയാണെന്ന് കോടതി പറയുമ്പോൾ ഈ പറയുന്ന അരുൺകുമാറും സംഘവും പേടിച്ച് വിറക്കുകയാണ്. അതുകൊണ്ട് അരുൺകുമാറും സംഘവും നമ്മുടെ രാഹുൽ പാലക്കാടിൽ ഇറങ്ങരുത്, രമേശ് പിഷാരടിക്ക് വേണ്ടി സംസാരിക്കരുത്, പിണറായി വിജയന്റെ വൃത്തികേടും നെറികേടും പറയരുത് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഉഡായിപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്കത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. ഓക്കെ, പാലക്കാട് സ്കൂളിലെ പരിപാടിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ക്ഷണിച്ചതിൽ വിശദീകരണം തേടിയിരിക്കുന്നു ബാലാവകാശ കമ്മീഷൻ. അല്ല എൻ്റെ പൊന്നു ബാലാവകാശ കമ്മീഷനെ, രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടുത്തെ MLA അല്ലേ, പിന്നെ എന്തിനാണ് ജനങ്ങൾ വോട്ടിട്ട് അദ്ദേഹത്തെ ജയിപ്പിക്കുന്നത്? അതായത് ഒരു കാര്യം പറയാം, മറ്റന്നാൾ ഇലക്ഷന് കഴിഞ്ഞിട്ട് വോട്ട് എണ്ണുന്നത് വരെ അവിടെ MLA നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ആ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്കൂളിലേക്ക് പോവണ്ട, നാട്ടിലേക്ക് ഇറങ്ങണ്ട എന്നൊക്കെ പറഞ്ഞാൽ ഇതെങ്ങനെയാണ് ശരിയാവുന്നത്? നാണമുണ്ടോ നിങ്ങൾക്കൊക്കെ? ബാക്കിയും കൂടി കേട്ടു നോക്കാം. ഡിയുയ്ക്കും ഡിഡിക്കും അന്വേഷണം നടത്താൻ ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി. പാലക്കാട് സർക്കാർ മോയൻ LP സ്കൂളിലാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ പരിപാടിക്കെത്തിയത്. പിണറായി വിജയന്റെ പോലീസിനോടും പിണറായി വിജയന്റെ ഭരണകൂടത്തോടും ഒരു കാര്യം പറയുകയാണ്, ഇതൊക്കെ എന്താണ്? ഈ കേരളത്തിൽ എത്രയൊക്കെ കേസുകളുണ്ട്. ഓരോ വീട്ടിലും അമ്മായിയമ്മ, അതായത് അമ്മായിയമ്മ കാരണം എത്രയോ മരുമക്കൾ ജീവനെടുക്കുന്നു, എത്രയോ പേർ ആത്മഹത്യ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയോ ഡ്രഗ് കേസ്, എന്തൊക്കെയോ കേസുകളുണ്ട്. ഇതൊക്കെ അന്വേഷിക്കാൻ നിങ്ങൾക്ക് സമയമില്ലേ? വെറുതെ ഒരു MLA, നാടിന്റെ MLA ഒരു സ്കൂളിലേക്ക് പോയത് അന്വേഷിക്കണത്രേ. ഇതൊക്കെ എന്താണ്? ആ ചെറുപ്പക്കാരന്റെ ജീവിതം, രാഹുൽ എന്ന പൊന്നുമോന്റെ ജീവിതം ഇല്ലാതാക്കി കളഞ്ഞു. അതിനുശേഷം അവന് ഒരു ജസ്റ്റ് ഒന്ന് കോൺഗ്രസിന്റെ പ്രചാരണത്തിലേക്ക് ഇറങ്ങിയെന്ന് വാർത്ത വരുമ്പോൾ വീണ്ടും ഇങ്ങനെയൊക്കെ വാർത്ത കൊടുക്കുന്നത് ശരിയാണോ? നിങ്ങൾക്കൊക്കെ നാണമുണ്ടോ? ബാക്കിയും കൂടി കേട്ടു നോക്കാം. ഗുരുതര ക്രിമിനൽ ആരോപണം നേരിടുന്ന വ്യക്തിയെ ക്ഷണിച്ചതിനെതിരെ വിദ്യാഭ്യാസ വകുപ്പിനും ബാലാവകാശ കമ്മീഷനും പരാതി ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷിക്കാനുള്ള നിർദ്ദേശം. അരുൺകുമാറിനോട് ഒരു കാര്യം പറയുകയാണ്. അരുൺകുമാർ, നീ കോടതിയാണോ? നീയാണോ തീരുമാനിക്കുന്നത്? അരുൺകുമാറെ, അരുൺകുമാറിനോട് ഒരു കാര്യം പറഞ്ഞിട്ടേ, അതായത് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണ് എന്ന് കോടതി എന്ന് പറഞ്ഞു, അന്നല്ലേ അദ്ദേഹം ക്രിമിനൽ ആവുന്നത്? ഇപ്പൊ എങ്ങനെയാണ് അദ്ദേഹം ക്രിമിനൽ ആവുന്നത്? ഇപ്പൊ അദ്ദേഹം ക്രിമിനൽ ആണോ? എനിക്കെതിരെ ഒരു പെണ്ണ് ഇല്ലാത്ത കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഞാനൊരു ആരോപണം മാത്രമാണ്. അതായത് എനിക്കെതിരെ വന്ന ആരോപണം കോടതി ഞാൻ കുറ്റക്കാരനാണെന്ന് കോടതി എന്ന് പറഞ്ഞു, അന്നേ ഞാനൊരു കേസിലെ പ്രതി എന്ന് പറയാൻ പറ്റും. ഇതൊക്കെ അരുൺകുമാറിനെ അറിയില്ലേ? എടാ അരുൺകുമാറെ, നിന്റെ ചരിത്രം എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. നീ എങ്ങനെയുള്ളവനാണെന്ന് ഞാൻ, അതായത് ഇവനൊരു ഡിവോഴ്സാണ്, ആ ഡിവോഴ്സായ കഥകളൊന്നും നീ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. പറഞ്ഞാൽ ഞാനക്ക് പ്രത്യേകിച്ചിട്ട് നിന്റെ ഈ പിണറായി വിജയന്റെ പോലീസ്, നീ പിണറായി വിജയന് വേണ്ടി PR പണിയെടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നമുക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല അരുൺകുമാറെ. 3 ദിവസത്തെ ദുനിയാവാണ്, എപ്പോൾ വേണമെങ്കിലും മരിക്കും. അതുകൊണ്ട് നിന്നെയൊക്കെ പേടിച്ച് ജീവിക്കേണ്ട ഒരു ഇതുമില്ല. അരുൺകുമാറിനോട് ഒരു കാര്യം പറയുകയാണ്, പ്രിയ അരുൺകുമാറെ,
ഇനി നീ രാഹുലിനെ വേട്ടയാടരുത്. ഓക്കെ, അദ്ദേഹത്തിന്റെ ജീവിതം ഇല്ലാതാക്കി, അദ്ദേഹത്തിന്റെ സീറ്റ് നീ കാരണം ഇല്ലാതായി. നീയല്ലേ വാർത്ത കൊടുത്തത്? ഈ പറഞ്ഞ റിപ്പോർട്ടറിന്റെ അരുൺകുമാർ ഒരു നിമിഷം പോലും ആഡ് പോലും വെക്കാതെയാണ് രാഹുലിന് കേസായി, രാഹുലിന്റെ ഇമേജ് കളഞ്ഞത്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. സുനിഷ അയ്യലൂരുണ്ട്. സുനിഷ അയ്യലൂര് പാലക്കാട് ഏറ്റവും പ്രശസ്തമായ സ്കൂളാണ് മൊയൻ സ്കൂള്, മൊയൻ വനിതാ സ്കൂള്. ഈ പെൺകുട്ടികളുടെ സ്കൂളാണ്. ആ സ്കൂളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സന്ദർശനം നടത്തിയ ഒരു പരിപാടിയിൽ പങ്കെടുത്തതാണോ ഇപ്പോൾ വിവാദമായിരിക്കുന്നത്? എടാ അരുൺകുമാർ, നിങ്ങളൊക്കെ വിവാദമാക്കിയതാണ്. ഒരു MLAക്ക് നാട്ടിലിറങ്ങി നടക്കരുത്, സ്കൂളിലേക്ക് പോകരുതെന്നും പറഞ്ഞാൽ എന്താണ് അവസ്ഥ? 4 കള്ളക്കേസ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന ഗണേശൻ ഉണ്ടല്ലോ, കണ്ടവരെ പീഡിപ്പിക്കുന്ന ഗണേശൻ. ആ ഗണേശന് ഇതൊന്നും ബാധകമല്ലേ അരുൺകുമാറെ? ഗണേശന് സ്വന്തം ഭാര്യ, അതായത് ഏതോ ഒരു പെണ്ണിനെതിരെ മറ്റേത് ചെയ്യുന്നത് സ്വന്തം ഭാര്യ കണ്ടതാണ് അവിഹിതം. അതൊന്നും നല്ലതാണ്? അതൊക്കെ പുണ്യപ്രവൃത്തി എന്നാണ് അരുൺകുമാർ പറയുന്നത്. നാണമുണ്ടോടോ തനിക്കൊക്കെ? പാവം ഒരു തെറ്റും ചെയ്യാത്ത ചെറുപ്പക്കാരൻ ഇങ്ങനെ വേട്ടയാടാൻ. ബാക്കിയും കൂടി കേട്ട് നോക്കാം. അതെ അരുൺ, അത് തന്നെയാണ്. അതായത് ആ കഴിഞ്ഞ ആഴ്ചയായിരുന്നു മോയൻ LP സ്കൂളിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നത്. ആ പരിപാടിക്കാണ് പാലക്കാട് MLA എന്നുള്ള രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ക്ഷണിക്കുകയും ചെയ്തത്. അദ്ദേഹം എത്തുകയും ഒപ്പം തന്നെ ഈ കുട്ടികളുടെ കൂടെ ഒരു റീൽ ചിത്രീകരിച്ച് അദ്ദേഹത്തിന്റെ തന്നെ ഈ ഫേസ്ബുക്കിൽ ഇത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ എടാ, എന്തൊക്കെ വാർത്ത റിപ്പോർട്ടർ, നിങ്ങൾ ഇത്രയും ദുരന്തമാണോ? എന്തൊക്കെ വാർത്തയുണ്ട് കൊടുക്കാൻ? നിങ്ങൾ അതൊന്നും വാർത്ത കൊടുക്കുന്നില്ല. ഈ രാഹുൽ ഇന്ന് പ്രധാന ഇതന്നെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇതാക്കിയാലും രാഹുൽ മാങ്കൂട്ടത്തിനെ ബാലാവകാശ കമ്മീഷൻ കേസ് എടുത്തു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇതന്നെയാണ് അരുൺകുമാർ പറയുന്നത്. ഇപ്പോഴും ഇതന്നെയാണ് പറയുന്നത്. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പക്ഷേ ചോദ്യം ചെയ്യുന്നൊക്കെ. നാണവും മാനവും ഇല്ലാത്ത വൃത്തികെട്ട ജന്തു, അങ്ങനെ നമുക്ക് അരുൺകുമാറിനെ വിളിക്കാം. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ാണ് ഒരു പരാതി ബാലാവകാശ കമ്മീഷനും ഒപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിനും ലഭിക്കുന്നത്. ഗുരുതരമായ ക്രിമിനൽ കുറ്റത്തിൽ പ്രതിയാക്കപ്പെട്ട ഒരാൾക്ക് ബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റാരോപണം നിലനിൽക്കുന്ന ഒരാളെ ക്ഷണിച്ചത് അത് ശരിയല്ല എന്നുള്ളതാണ്. പൊന്നു മാധ്യമങ്ങളോടും ബാലാവകാശ കമ്മീഷനോടും ഒരു കാര്യം പറയുകയാണ്. ഞാനൊരാളെ പീഡിപ്പിച്ചു, അത് ഉള്ളതാണെങ്കിൽ എനിക്ക് കോടതി ഇങ്ങനെ ജാമ്യം തരും? രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ അതിജീവിതന്മാരുണ്ടല്ലോ, അരുൺകുമാറും സംഘവും, ഈ പറയുന്ന അതിജീവിതന്മാരും എല്ലാ ദിവസവും എങ്ങനെ രാഹുലിന്റെ ജാമ്യം റദ്ദാക്കാം, അതിന് പഠിച്ച 18 പണി അവരുകളിലെ ആ ഒരു ഫേക്ക് ആയിട്ടുള്ള വക്കീലന്മാരും എല്ലാം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണെങ്കിൽ നമ്മുടെ നീതിയിൽ ഞാൻ വിശ്വസിക്കുന്നു. ആ നീതി, ആ ഒരു കോടതി ഒരിക്കലും നമ്മുടെ രാഹുലിന് ജാമ്യം കൊടുക്കൂല. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാനൊരു പെണ്ണിനെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൊന്നു പ്രേക്ഷകരെ, എനിക്ക് ജാമ്യം തരോ? ഗോവിന്ദചാമിക്ക് എന്തുകൊണ്ടാണ് ജാമ്യം കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ് ഗോവിന്ദചാമി ഇപ്പോൾ ജയിലിലുള്ളത്? അദ്ദേഹം പീഡനവീരനാണ്, അത് തെളിഞ്ഞതാണ്. ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് പുറത്ത് നടക്കുന്നത്? അതായത് ഒരു തെറ്റും ചെയ്തിട്ടില്ല, എല്ലാവരും ഹണി ട്രാപ്പിൽ കുടിക്കതാണ് നമ്മുടെ രാഹുലിന്. അത് കോടതിക്ക് മനസ്സിലാവുകയാണ്. ഓക്കെ, ഇവറ്റകൾ പറയുന്ന ബാക്കിയും കൂടി കേട്ട് നോക്കാം. മാതൃകയ്ക്ക് കുട്ടികൾക്ക് നൽകേണ്ട ഒരു മാതൃകാപരമായ രീതിക്ക് എതിരാണ് ഈ സംഭവം എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ ഒരു അന്വേഷണത്തിന് നിർദ്ദേശം കൂടി നൽകിയിരിക്കുന്നത്. എന്താണ് അപ്പൊ നാട്ടിലെ MLAക്ക് സ്കൂളിൽ വരാൻ പറ്റൂലേ? ഇതൊക്കെ കേസ് തെളിഞ്ഞതാണെങ്കിൽ പൊന്നു പ്രേക്ഷകരെ, കേസ് തെളിഞ്ഞതാണെങ്കിൽ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണെങ്കിൽ ഫൈൻ, ഞാൻ ഈ കോണ്ടന്റേ ചർച്ച ചെയ്യൂല. ഇതിപ്പോ ഒരു നാട്ടിലെ MLAക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂല എന്ന് പറയുന്നത് എന്താണ്? ബാക്കിയും കൂടി കേട്ട് നോക്കാം. ക്കും DDക്കും നിലവിൽ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്താണ് ക്ഷണിക്കാനുണ്ടായ സാഹചര്യം, എന്താണ് അവിടെ സംഭവിച്ചത്, ഈ പരാതിയിൽ പറയുന്നത് പോലുള്ള ഗുരുതര സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കാനാണ് നിലവിൽ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. എന്താണ് ഈ സാഹചര്യം, ഈ പരാതിക്ക് അടിസ്ഥാനം എന്നുള്ളത് അന്വേഷിക്കാനായി DDയോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഇതാണ് പ്രധാന വാർത്ത. നാട്ടിൽ 8 മണിക്ക് റിപ്പോർട്ടുകൾ ചർച്ച ഒരു പക്ഷേ ഇതായിരിക്കും. നാണമുണ്ട് ഇവറ്റകൾക്ക്. റിപ്പോർട്ടറിനോട് ഒരു കാര്യം പറയുകയാണ്. പിണറായി വിജയൻ ചെയ്യുന്ന വൃത്തികേടും പിണറായി വിജയൻ ചെയ്യുന്ന തെമ്മാടിത്തരവും ഇലക്ഷന്റെ സമയത്ത് വരരുത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വാർത്ത കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും തടി തപ്പുകയാണ് പിണറായി വിജയന്റെ റിപ്പോർട്ടർ ചാനൽ. ഓക്കെ, അപ്പോൾ അഖിൽ മാരാർ, BJPക്ക് പോയ അഖിൽ മാരാർക്കെതിരെ ഒരു യുവാവ് രംഗത്ത് വന്നിട്ടുണ്ട്. വലിയ വിവാദമാണ്. നമുക്കത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, അഖിൽ മാരാർ ഇപ്രാവശ്യം ജയിച്ചു കഴിഞ്ഞാല് ഞാൻ ലുലു മാളില് ഡ്രസ് ഇല്ലാതെ ഓടുന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. എന്നിട്ട് ആ വീഡിയോ അഖിൽ മാരാർ കണ്ടുകണം. എന്നിട്ട് അഖിൽ മാരാർ പറയണല്ലേ, ജനം കാണാതിരിക്കാൻ വേണ്ടി ഞാൻ തോറ്റി തരുന്നു വേണ്ട, ജനങ്ങൾ എന്നെ തോപ്പിച്ചും. ഇതൊക്കെ എന്ത് കണ്ടിട്ട് ബിഗ് ബോസിൽ ഇജാടി ജയിച്ചു, എനിക്ക് മറ്റേ ആപ്പിൽ കുറെ വോട്ടിട്ട് അടിച്ച് ജയിച്ചു എഴുതിയിട്ട് എന്താ കരുതി നിന്ന നിൽപ്പില് മാർഗണ്ട് ചാറിന് എനിക്കൊക്കെ ആരെ വോട്ട് ചെയ്യാ? ബിഗ് ബോസിൽ ജയിച്ചു, വലിയ വിന്നറായി, വലിയ സെറ്റപ്പായി എഴുതിയാണ്ട് എനിക്കെല്ലാരും ഇതേപോലെ ജനങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുന്നതാണ്. ഞാൻ എനിക്ക് ബിഗ് ബോസിൽ കുറെ വോട്ട് ചെയ്തതിനു അന്നൊക്കെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് ഞാൻ അതേപോലെ ഇങ്ങനത്തെ കണ്ടന്റുകൾ, വീഡിയോസ്, റിയാക്ഷൻ വീഡിയോസ് ചെയ്തു തുടങ്ങിയത്. അന്നൊക്കെ എന്ത് കണ്ടിട്ടാണ് ജനങ്ങൾ വിശ്വസിക്കുക?
നിന്ന നിപ്പില് അപ്പ കാണുന്നവൻ പറയുന്ന സ്വഭാവമാണ് അനക്ക് ആര് ഇത് ചെയ്യും, സപ്പോർട്ട് ചെയ്യും? ഇജ് വലിയ ബിഗ് ബോസിനെ വലിയ സംഭവമാക്കി പറയണ്ടേ? ബിഗ് ബോസ് അല്ല ഇത്. ഇജ് ജയിക്കണമെന്നൊന്നും കാണണല്ലോ അഖിൽമാരാറെ. ഒരു കാര്യം പറയുകയാണ്, നമ്മുടെ രമേശ് ചെന്നിത്തലയോട് ഒരു ചോദ്യം, അഖിൽ മാരാർക്ക് മറ്റേ കോൺഗ്രസിൽ സീറ്റ് കൊടുക്കുമെന്ന്. അപ്പോൾ രമേശ് ചെന്നിത്തല പറയുന്നത് പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും മത്സരിക്കാൻ യോഗ്യനില്ലാത്ത, അതായത് പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും മത്സരിപ്പിക്കാൻ യോഗ്യതയില്ലാത്ത അഖിൽ മാരാറ് ഞങ്ങൾ കോൺഗ്രസിൽ MLA സീറ്റ് കൊടുക്കണമെന്നാണ്. അത് ഇവനൊക്കെ വിലയില്ല, നിലപാട് എന്ന് പറയുന്ന സാധനമില്ലാത്തവനാണ് ഈ പറയുന്ന അഖിൽ മാരാർ. ഓക്കെ, അതായത് ഇന്ന് പറയും, ഇന്ന് പിണറായി വിജയനെ തെറി വിളിക്കും, നാളെ പിണറായി വിജയനെ പൊക്കി പറയും, മറ്റന്നാൾ വേറൊന്നായിരിക്കും, നിലപാടില്ല, ഒരു മണിക്കൂറിൽ 10 നിലപാട് പറയുന്ന ഒരു വൃത്തികെട്ട ഒരു നിലപാടെന്ന് നമുക്ക് പറയാൻ പറ്റും. മാരാരോട് ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ നല്ല വില ഉണ്ടായ നിങ്ങൾ തന്നെ ആ വില കളഞ്ഞു എന്ന് മാരാരോട് ഞാൻ പറയാം. പൊന്നുപ്രേക്ഷകരെ, അപ്പോൾ ഒരു കാര്യം കൂടി, രമേശ് പിഷാരടിയുടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. എനിക്കും നിങ്ങൾക്കും ഓരോരുത്തർക്കും നമ്മുടെ രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർ രമേശ് പിഷാരടിയെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.